students, welcome back to Bosco Campus Vision. This is the 20th lecture on entrepreneurship development. I am Rishmi, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In today's session onwards, we are moved to third module on entrepreneurship development. Let us discuss about project. Project means a scheme, a program, or a plan, or a proposal that involving investment of capital like men, material, money, and which are non-routine and non-recurring in nature in order to create durable assets and to achieve some specific objectives within a specified period of time. ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടുന്ന ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. അതിനെയെല്ലാം കൂടി ആ ഒരു ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുന്നതിലേക്കായിട്ട് നമ്മുടെ ക്യാപിറ്റൽ റിസോഴ്സസും എല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഉള്ള ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു സ്കീമോ അല്ലെങ്കിൽ ഒരു പ്ലാൻ, ഇതിനെ നമുക്ക് പ്രോജക്റ്റ് എന്ന് പറയാം. The projects may be for infrastructure development, industrial development, agricultural growth, metals and minerals development, human resource development, etc. ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ആകാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, അഗ്രികൾച്ചറൽ ഗ്രോത്ത്, അങ്ങനെ ഏത് രീതിയിലുള്ള എന്തുമാകാം ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു projects are undertaken judiciously so that there is no wastage of money, effort and time. മണിയും എഫോർട്ടും ടൈമും അങ്ങനെ ഒന്നും വേസ്റ്റ് ആകാതെ ഒരു പ്രോജക്റ്റ് വളരെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എഫോർട്ടും മണിയും അതുപോലെ തന്നെ ടൈമും ഒന്നും വേസ്റ്റ് ആകത്തില്ല. സോ നമുക്ക് പറയാം, പ്രോജക്റ്റ് മീൻസ് ഇറ്റ് ഈസ് എ സ്കീം. ഒരു സ്കീമാകാം, ഒരു പ്രോഗ്രാം ആകാം, അല്ലെങ്കിൽ ഒരു പ്ലാന്, അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ, ഇത് എന്തുമാകാം. അതിൽ ഇൻവോൾവ്ഡ് ആകുന്നുണ്ട് എന്തൊക്കെ? ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓഫ് ക്യാപിറ്റൽ, അതായത് മാൻ, മെഷീൻ, മണി, ഇങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകൾ ആ ഒരു പ്ലാൻ അല്ലെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു സ്കീം, പ്രപ്പോസൽ അതിൽ ഇൻവോൾവ്ഡ് ആകുന്നു. എന്തിനാണ്? ടു ക്രിയേറ്റ് ഡ്യൂറബിൾ അസറ്റ്സ്, ദാറ്റ് മീൻസ് എക്സ്ചേഞ്ച് വാല്യൂ ഉള്ള അസറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ടു അച്ചീവ് സം സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് വിത്തിൻ എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ആ ഒരു സ്പെസിഫൈഡ് ടൈം പീരീഡിൽ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടുന്ന ഒബ്ജക്റ്റീവ്സും അതിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതാണ് ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഒരു എ പ്രോജക്റ്റ് മീൻസ് ഇറ്റ് ഈസ് എ സ്കീം, എ പ്രോഗ്രാം, പ്ലാൻ or a proposal that involving investments of capital. A project may be a large sized project that requiring huge capital investment or a small project that requiring lower capital investment. Each project is unique in the sense that the activities of a project are unique and non-routine. The resources required for completing a project are men, materials, money and time. ഒരു പ്രോജക്റ്റ് ലാർജ് സൈസ്ഡ് പ്രോജക്റ്റ് ആകാം. അങ്ങനെയാണെങ്കിൽ അതിൽ ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ്. അല്ലെങ്കിൽ ഒരു സ്മോൾ പ്രോജക്റ്റ് ആകാം, ദാറ്റ് റിക്വയറിങ് ലോവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു പ്രോജക്റ്റ് ലാർജ് ആണെങ്കിൽ അതിന് ഹ്യൂജ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അതുപോലെ തന്നെ സ്മോൾ പ്രോജക്റ്റ് ആണെങ്കിൽ ലോവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് മതി. പിന്നെ അതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഓരോ പ്രോജക്റ്റും ഈച്ച് പ്രോജക്റ്റ് ഈസ് യുണീക്കാണ്. അതുപോലെ തന്നെ ദ ആക്ടിവിറ്റീസ് ഓഫ് എ പ്രോജക്റ്റ് ആർ യുണീക്ക് ആൻഡ് നോൺ റൊട്ടീൻ.
ഓരോ പ്രോജക്റ്റിലും വരുന്ന ആക്ടിവിറ്റീസ് ഒന്നും തന്നെ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നതല്ല. നമ്മളിപ്പോൾ ഒരു പ്രോജക്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് പിന്നീട് അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതൊരു റെക്കറിങ് നേച്ചറിൽ വരുന്നതല്ല. സോ ഇറ്റ് ഈസ് എ യുണീക്ക്. All the activities that are involved in a project is unique and are non-routine in nature. So, let us discuss the characteristics of a project. First characteristic is objectives. A project should have a set of objectives. Once the objectives are set, every effort is to be made to achieve the objective. When the objectives are achieved, the project is treated as completed. പ്രോജക്റ്റിൻ്റെ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്കാണ് ഒബ്ജക്റ്റീവ്. നമ്മൾക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കതിനൊരു ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും. ആ ഒരു ഒബ്ജക്റ്റീവ് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ അച്ചീവ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് പറയാം. സെക്കൻഡ് വൺ ഈസ് ലൈഫ് സൈക്കിൾ. എ പ്രോജക്റ്റ് ഹാസ് എ ലൈഫ് സൈക്കിൾ. നമ്മൾ പ്രോഡക്റ്റിൻ്റെയൊക്കെ ലൈഫ് സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻട്രൊഡക്ഷൻ, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ. അതുപോലെ തന്നെ പ്രോജക്റ്റിനുമുണ്ടൊരു ലൈഫ് സൈക്കിൾ. ദ ലൈഫ് സൈക്കിൾ കൺസിസ്റ്റ് ഓഫ് സ്റ്റേജസ് സച്ച് ആസ് കൺസംഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, സ്ക്രീനിങ്, ഇനിഷ്യൽ ഫോർമുലേഷൻ, അപ്രൈസൽ, സെലക്ഷൻ, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഓപ്പറേഷൻ. ഇങ്ങനെ ലൈഫ് സൈക്കിൾസ് ഒരു പ്രോജക്റ്റിനുണ്ടായിരിക്കും. തേർഡ് വൺ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഈസ് യുണീക്ക്നെസ്. എവറി പ്രോജക്റ്റ് ഈസ് യുണീക്ക് ആൻഡ് നോ ടു പ്രോജക്ട്സ് ആർ സിമിലർ. ദെൻ ഫോർത്ത് വൺ, ടീം വർക്ക്. എ പ്രോജക്റ്റ് ഈസ് എ ടീം വർക്ക് ആൻഡ് ഇറ്റ് നോർമലി കൺസിസ്റ്റ് ഓഫ് ഡൈവേഴ്സ് areas. There will be personnel specialized in their respective areas and teamwork is required for coordination among the diverse areas. പ്രോജക്റ്റിൽ ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ മാത്രമല്ല ഉൾപ്പെടുന്നത്, അതിലൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ ടീം വർക്ക്. ദെൻ ഫിഫ്ത്ത് ക്യാരക്ടറിസ്റ്റിക്സ് ഈസ് കോംപ്ലക്സിറ്റി. A project is a complex set of activities relating to diverse areas. Activities include choosing the appropriate technology, procuring the appropriate machinery and equipment, hiring the right kind of people, arranging for financial resources, and executing the project on time. So, പ്രോജക്റ്റിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്കാണ് കോംപ്ലക്സിറ്റി, സങ്കീർണത എന്ന് പറയാം. That means there are a lot of activities are involving, like choosing the appropriate technology, procuring the appropriate machinery, equipment, then right kinds of people, choosing right kinds of people, കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ ചൂസ് ചെയ്യുക, ഒരു പ്രോജക്റ്റ് കറക്റ്റ് ടൈമിൽ തീർക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്നത്. സോ ഇറ്റ് ഈസ് എ കോംപ്ലെക്സ് activity. Then sixth one is the risk and uncertainty. Risk and uncertainty go hand in hand with the project. A risk-free project means that the element of risk is not apparently visible on the surface and it will be hidden underneath. So sixth point is the risk and uncertainty. ഒരു പ്രോജക്റ്റിൽ റിസ്ക്കും അൺസർട്ടനിറ്റിയും എല്ലാം തന്നെ ഒരുമിച്ച് പോകുന്നതാണ്. So there will be risk and uncertainty. Then seventh one, customer specific. A project is always customer specific. It is the customer who decides upon the product to be produced or service to be offered. ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും കസ്റ്റമറിനെ ഫോക്കസ് ചെയ്തായിരിക്കും, കസ്റ്റമർ സ്പെസിഫിക് ആയിരിക്കും. കസ്റ്റമറാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് സാധനം പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെങ്കിൽ എന്ത് സാധനം സർവീസ് ചെയ്യണം എന്നുള്ളത്. സോ ദീസ് ആർ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ പ്രോജക്റ്റ്. ഒബ്ജക്റ്റീവ്സ്, ഒരു പ്രോജക്റ്റിന് ഒരു ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ അത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയെന്ന് പറയാം, ട്രീറ്റഡ് ആസ് കംപ്ലീറ്റഡ്.
Then life cycle, project has a life cycle. Then third one, uniqueness. That means every project is unique and no two projects are similar. ഒരേപോലെ എല്ലാ പ്രോജക്ട്സുകളും ഒരുപോലെ ആകത്തില്ല, രണ്ട് പ്രോജക്ട്സുകൾ ഒരിക്കലും ഒരുപോലെ വരില്ല. ദാറ്റ് ഈസ് യൂണീക്നെസ്. No two projects are similar. Then fourth one is teamwork. In project, group of peoples are involving. Coordination among the members are also required. So a project is a teamwork. Then fifth one is complexity. Complexity, a project that involved a lot of activities, including choosing the appropriate technology, choosing appropriate machinery, then hiring the right kind of people, then arranging financial resources, and executing the project on time. These are very complex activities. So there is a complexity in a project. Then sixth one is risk and uncertainty. Risk and uncertainty go hand in hand with the project. Then seventh one is the customer specific. A project is always customer specific.